ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. പല ആൾക്കാരും പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരാളെ കോടതിയിൽ മുമ്പിൽ എങ്ങനെ ബോധ്യപ്പെടുത്താം? സൈക്കോളജിസ്റ്റ് പറഞ്ഞാൽ ബോധ്യപ്പെടുമോ? അല്ലെങ്കിൽ വക്കീലന്മാർക്ക് ഈ വിഷയത്തെപ്പറ്റി കൃത്യമായി ധാരണയില്ല, അവരെ ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതിലൊരു പ്രയാസം എന്ന് പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് IPC ഈ വിഷയത്തെ, നാർസിസിസ്റ്റിനെ കാര്യമായിട്ട് ഇപ്പോഴും പരിഗണനയിൽപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, കോടതിക്കോ വക്കീലിനോ ജഡ്ജിനോ ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയില്ല എന്ന് പറയാം. ഒറ്റപ്പെട്ട ചില ആൾക്കാർക്കുണ്ടാവും, എന്നാൽ മിക്ക ആൾക്കാർക്കും ധാരണയില്ല. പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം വക്കീലന്മാർക്കും ഒട്ടും ഇതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എളുപ്പമല്ല. മാത്രവുമല്ല, ഒരു സൈക്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് അനുമാനിക്കാനല്ലാതെ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായ ധാരണ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൃത്യമായി അതിൽ വിശദീകരിക്കും, ഇന്നാലിന്ന കാര്യമാണ്. എന്നാൽ പോലും കോടതിക്ക് അത് വ്യക്തമായി ബോധ്യപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ നേരിടണമെന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിഷയങ്ങൾ നമ്മൾ കേസുമായി പോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ കേസുമായി പോവേണ്ടി വരും. വേറെ നിവൃത്തി ഉണ്ടാവില്ല, നമുക്ക് സംരക്ഷിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല, നമ്മുടെ ജീവന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം വരും. അത്തരം ഘട്ടത്തിൽ നമുക്ക് കേസുമായി മുന്നോട്ട് പോവേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതിയുടെ രീതിയിൽ നമ്മൾ നീങ്ങേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ടത് IPC ചില സെക്ഷൻസ് ആണ്. ഈ സെക്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കുകയും അതിനനുസരിച്ച് നമ്മൾ കൃത്യമായി നീങ്ങുകയും ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് 498A, സെക്ഷൻ 498A. അതിൽ പറയുന്നത്, അല്ലെങ്കിൽ 509, അതിൽ പറയുന്നത് വേർഡ്സ്, ജസ്റ്റേഴ്സ് എന്തെങ്കിലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത് സ്ത്രീകൾക്ക് സപ്പോർട്ടീവായിട്ടാണ്, സ്ത്രീകളെ അപമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് കേസ് കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തെളിവായി സൂക്ഷിക്കുകയോ ചെയ്യണം. തെളിവാണ് കോടതിക്ക് വേണ്ടത്. നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, വ്യക്തമായ തെളിവ് കോടതിക്ക് ഹാജരാക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അത്തരം ഘട്ടത്തിൽ നമ്മളത് തെളിവായിട്ട് സൂക്ഷിക്കാൻ പറ്റണം. അതേപോലെ ഡിഫാമേഷൻ, അപകീർത്തിപ്പെടുത്തൽ, സെക്ഷൻ 499, 500. ഇത് ആണിനാവട്ടെ പെണ്ണിനാവട്ടെ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ശിക്ഷയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്മിയർ ക്യാമ്പയിനൊക്കെ നന്നായിട്ട് ചെയ്യുന്നവരാണ് ആര്? നാർസിസിസ്റ്റ്. അപ്പോൾ അത്തരം സ്മിയർ ക്യാമ്പയിൻ്റെ വ്യക്തമായ തെളിവാണ്. നമുക്കെതിരെ അപവാദം പറഞ്ഞതിൻ്റെ വ്യക്തമായ തെളിവ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. അത് നമുക്ക് വക്കീലിൻ്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. വക്കീൽ അത് കോടതിയിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പറ്റണം. ഇതിനടുത്ത് ഫ്രോഡ് ആൻഡ് ചീറ്റിംഗ്. പല രീതിയിൽ ഫ്രോഡ് കാണിക്കും. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വയസ്സിൻ്റെ കാര്യത്തിൽ, അങ്ങനെ പല കാര്യങ്ങളിലും, അതേപോലെ പല കാര്യങ്ങളും ഫ്രോഡ് കാണിക്കും. ഈ ഫ്രോഡ് കാണിക്കുന്ന സമയത്തൊക്കെ ഇത് വ്യക്തമായി നമുക്ക് തെളിവോടുകൂടി അവതരിപ്പിക്കാൻ പറ്റണം, കോടതി മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റണം. അപ്പോഴും നമുക്ക് എന്താക്കാം, ഇതിൽ രക്ഷപ്പെടാം. ഈ സെക്ഷൻ 415, 420 ഒക്കെയാണ് ചീറ്റിങ്ങും ഡിസ്ഓണസ്റ്റ് ഒക്കെ അതിൽ പെടുന്നത്. സത്യസന്ധത അല്ലാത്ത പെരുമാറ്റം, ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നവരാണ്, സത്യസന്ധമല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർക്കെതിരെ തെളിവ് കണ്ടെത്താൻ നമുക്ക് എളുപ്പത്തിൽ പറ്റും. പക്ഷേ നമ്മൾ ഈ രീതിയിൽ തന്നെ നീങ്ങണം. അതായത് തെളിവോട് കൂടി കണ്ടെത്താൻ നീങ്ങണം. അല്ലാതെ വാക്ക് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരൊക്കെ നമ്മോട് സംസാരിക്കുന്ന സമയത്ത് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ പറയും. ഈ പറച്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൃത്യമായൊരു തെളിവിനൊരു പോയിന്റ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റും. പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റുകൾക്ക് ഇവരുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് അതിൽ ചില പോയിന്റ്സ് കിട്ടും. പക്ഷേ സൈക്കോളജിസ്റ്റുകളെ പോലെ കോടതിയോ വക്കീലോ ആവണമെന്നില്ല, അവർക്ക് എങ്ങനെ പോയിന്റ് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതൊരു മനോരോഗം എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് ഇന്ത്യൻ പീനൽ കോഡൊക്കെ രേഖപ്പെടുത്താത്ത കാലത്തോളം നമുക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് നീങ്ങണം. അതിന് തെളിവ് കൃത്യമായിട്ട് വേണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ത്രെട്ട് ആൻഡ് ഇൻറ്റിമിഡേഷൻ ആണ്. സെക്ഷൻ 503, അതേപോലെ 506 എന്നുള്ള വകുപ്പുകളാണ് പറയുന്നത്. ഭീഷണിപ്പെടുത്തൽ, നമ്മളെ ശക്തമായ ഭീഷണി ഉണ്ടാവും, നമുക്കെതിരെ അപായപ്പെടുത്താൻ, കൊല്ലാനൊക്കെ ഭീഷണി ഉണ്ടാവും. ഈ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കേസ് തന്നെ കൊടുക്കാം. ദെൻ കോടതിയിൽ നമുക്ക് തെളിവോടുകൂടി അവതരിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കോടതിയെ ജസ്റ്റ് നമ്മുടെ വാക്ക് കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം വ്യക്തമായ തെളിവുണ്ടാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതും ഇവർ പരത്തുന്നതും ഇവർ ചീറ്റ് ചെയ്യുന്നതും ഇവർ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മുടെ കയ്യിൽ തെളിവായിട്ടുണ്ടാവണം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത്തരം തെളിവൊന്നല്ല ഉണ്ടാക്കേണ്ടത്. ആദ്യം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക, ഇത്തരം വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സൈക്കോളജിസ്റ്റിനെ കാണാം. സൈക്കോളജിസ്റ്റ് പറയും ഇതിങ്ങനെ തന്നെയാണ്, ഇത് നാർസിസിസ്റ്റ് ആണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ തെളിവുണ്ടാക്കാനുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നീക്കാൻ പറ്റും. വീണ്ടും കാണാം. നന്ദി.